ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയും ഇങ്ങോട്ടേക്ക് നോമിനേഷൻ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും പൂർത്തിയാവുന്നതോടുകൂടി ഇവിടെ ഇന്നത്തെ കളം പൂർണ്ണമായും ഒരുങ്ങിയെന്ന് പറയാം. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ആണ് ഒപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജും കൂടെ ഇപ്പോൾ പത്രികാ സമർപ്പണത്തിനെത്തുന്നു. ശോഭാ സുരേന്ദ്രനും ഒക്കെയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളോടൊപ്പം തന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അതിൻ്റെ അവരെത്തുന്ന സ്ഥാനാർത്ഥി അടക്കം എത്തുന്നതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖരൊക്കെ വലിയ വൈകാരികമായി തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി എത്തുകയാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞാലുടൻ 4 മുന്നണികളും നിലമ്പൂരിൽ വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ട ഗോതയിലേക്ക് ഇറങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. ശരി, ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എത്തുകയാണ്. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി NDA സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. ഇന്ന് അല്പസമയം മുൻപാണ് PV അൻവറും അതോടൊപ്പം തന്നെ M സ്വരാജും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി സമർപ്പിച്ചത്. NDA സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണമാണ് അടുത്തത് ആയി നടക്കാൻ പോകുന്നത്. അപ്പോൾ ചിത്രം തെളിയുകയാണ്. മത്സര ചിത്രം നിലമ്പൂരിൽ തെളിയുകയാണ്. ആര്യടൻ ഷൗക്കത്താണ് ആദ്യം നാമനിർദ്ദേശ പത്രിക നൽകിയത്. അതിന് പിന്നാലെ M സ്വരാജ്, PV അൻവർ, ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി മോഹൻ ജോർജും പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തുകയാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി ഒട്ടേറെ പ്രമുഖ നേതാക്കൾക്കൊപ്പമാണ് പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തിയിട്ടുള്ളത്. മോദിയുടെ പേര് പറഞ്ഞാൽ തന്നെ വോട്ട് കിട്ടുമെന്നാണ് മോഹൻ ജോർജ് പറയുന്നത്. അതുമാത്രമല്ല, കൂടുതൽ കേരള കോൺഗ്രസ് നേതാക്കൾ ഉടൻ തന്നെ BJP-യുടെ ഭാഗമാകുമെന്നും ഇന്ന് ഒരു അവകാശവാദം മോഹൻ ജോർജിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. മോദി, രാജീവ് ചന്ദ്രശേഖർ ഈ ഫ്ലെക്സുകൾക്കിടയിലൂടെയാണ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വേണ്ടി എത്തുന്നത്. മോദിയുടെ പേര് പറഞ്ഞാൽ തന്നെ വോട്ട് വീഴും, പ്രത്യേകിച്ച് വേറൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മോഹൻ ജോർജിന്റെ ആത്മവിശ്വാസം. നിലമ്പൂർ മണ്ഡലത്തിൽ നല്ല പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും കുറേ അധികം കേരള കോൺഗ്രസ് നേതാക്കൾ തന്നെ ബന്ധപ്പെടുന്നുണ്ട്. കൂടുതൽ നേതാക്കൾ വരും ദിവസങ്ങളിൽ NDAയുടെ ഭാഗമാകുമെന്ന ഒരു അവകാശവാദവും മോഹൻ ജോർജ് മുന്നോട്ട് വെക്കുന്നുണ്ട്.